എല്ലാ ഭക്തജനങ്ങൾക്കും കതിർമേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 2024 വിഷുഫലം, അതായത് മേടമാസം തൊട്ട് മീനമാസം വരെ അത്തം നക്ഷത്രത്തിന്റെ ഫലമായിട്ട് വന്നിരിക്കുന്നത്. അത്തം നക്ഷത്രത്തിന്റെ ഫലമായിട്ട് അപ്പോൾ അത്തം നക്ഷത്രം, നമുക്ക് അത്തം നക്ഷത്രം അറിയാം, ഗണപതി ഭഗവാന്റെ നക്ഷത്രം കൂടെയാണ് അത്തം നക്ഷത്രം. അപ്പോൾ മേടമാസം തൊട്ട് മീനമാസം വരെ അത്തം നക്ഷത്രത്തിലെ ഫലങ്ങൾ നമുക്ക് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങളൊന്ന് സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ മേടമാസത്തിൽ അത്തം നക്ഷത്രക്കാർ ഇത്രയും കാലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുന്നതാണ്. അവരുടെ ജീവിതത്തിലുള്ള എല്ലാ കർമ്മത്തിലുള്ള വിഘ്നങ്ങളും തടസ്സങ്ങളൊക്കെ മാറി എല്ലാം അവർ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ മംഗളകരമാകുന്ന ഒരു മാസമാണ് മേടമാസം. അപ്പോൾ എന്തെങ്കിലും ഈ മേടമാസത്തിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ അതൊരു മാറാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ 9 വലത്തിട്ട് നവഗ്രഹ അർച്ചന ചെയ്യുന്നത്, ഒപ്പം തന്നെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ചെയ്യുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും. അത് ഇഷ്ടമുള്ള ഒരു ക്ഷേത്രത്തിൽ ചെയ്യാം ഭക്തജനങ്ങൾക്ക്. അപ്പം അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഒപ്പം തന്നെ നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നവഗ്രഹ അർച്ചന. അപ്പോൾ ഈ ഒരു ചെയ്യുമ്പോഴത്തേക്ക് മേടമാസത്തിലെ ദോഷങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കിട്ടുന്നതായിരിക്കും. ഒപ്പം തന്നെ ഇടവമാസം നോക്കാം. ഇടവമാസത്തിലെ ജീവിത പങ്കാളികൾ, അതായത് ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ തന്നെ അവർക്കിടയിൽ വിള്ളലുകൾ വീഴാം. അതായത് ശരിക്കും പറഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, കുടുംബകലഹമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാകും. അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മൾ ജോലി സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ആ ഒരു മൈൻഡിലായിരിക്കും ഇരിക്കുന്നത്, അല്ലേ? വീട്ടിൽ വന്നാൽ സമാധാനം കിട്ടത്തില്ല, രാത്രി കിടക്കുമ്പോൾ ഉറക്കക്കുറവ്, കണ്ണിന് ഭയങ്കര വേദന, തലവേദന, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് നമുക്ക് ഇടവമാസത്തിൽ ചെയ്യേണ്ട വഴിപാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഭാര്യ ഭർത്താവ് സമേതം ഭഗവാന് 2 താമരമാല കൊടുക്കുന്നത് വളരെയധികം ഉത്തമമാണ്. എന്നിട്ട് ഈ താമരമാല കൊടുത്തിട്ട് പിറ്റേ ദിവസം നമ്മുടെ വീട്ടിൽ ഹാളിൽ TV ഇരിക്കുന്ന എവിടെ, ഇല്ലെങ്കിൽ ഹാളിൻ്റെ ഷെൽഫിൽ എവിടെയെങ്കിലും 15 ദിവസം നിൽക്കുകയും ചെയ്യണം. അപ്പോൾ ഈ ഒരു താമരമാല കൊണ്ട് നമ്മുടെ ദാമ്പത്യ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെ നമുക്ക് പൂർവാധികം ഭംഗിയായിട്ട് നമുക്ക് മാറ്റുന്നതാണ്. ദോഷങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും. അപ്പോൾ ഇടവമാസത്തിലുള്ള പരിഹാരങ്ങളും ദോഷങ്ങളുമാണ് ഞാൻ പറയുന്നത്. മിഥുനമാസത്തിൽ അത്തം നക്ഷത്രക്കാർക്ക് സന്തോഷിക്കാം. അതായത് ഇതുവരെ ജീവിതത്തിൽ വിവാഹ കാര്യങ്ങൾ മുടങ്ങുക, ഇല്ലെങ്കിൽ സമയത്ത് വിവാഹം വരാതിരിക്കുക. അതായത് മിഥുനമാസം ആകുമ്പോഴത്തേക്ക് ഇവർക്ക് 4 ദിക്കിന്ന് വിവാഹ കാര്യങ്ങൾ വരും. നേരത്തെ കണ്ട ആലോചനകൾ തന്നെ നമുക്ക് തിരിഞ്ഞും കറങ്ങിയൊക്കെ വരും. ഒപ്പം തന്നെ പ്രണയ വിവാഹങ്ങൾ നടക്കാനും വളരെയധികം ഉത്തമമായിട്ടുള്ളൊരു മാസമാണ് മിഥുനമാസം. അപ്പം എന്തുകൊണ്ടും അത്തം നക്ഷത്രക്കാർക്ക് വിവാഹം കഴിക്കാത്തുള്ള നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് വിവാഹം വരും. എന്തായാലും മിഥുനമാസത്തിൽ അത്തം നക്ഷത്രക്കാർക്ക് മുഴുവനും അത്തം നക്ഷത്രക്കാർക്കും വിവാഹം ഉറയ്ക്കും. അത് എങ്ങനെയെങ്കിലും അത് കറങ്ങി തിരിഞ്ഞ് നമ്മളിലേക്ക് തന്നെ വരും. അപ്പോൾ ഈ ഒരു തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡപ്പ് ആകാൻ വേണ്ടി ദേവീ ക്ഷേത്രത്തിൽ സ്വയംവര മന്ത്രാർച്ചനയോ ബാണേശ്വരി ഹോമമോ ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. ബാണേശ്വരി ഹോമം എന്ന് ഉദ്ദേശിക്കുന്ന മലരും തൈരും കൂടെ മിക്സ് ചെയ്ത് ബാണേശ്വരി മന്ത്രം കൊണ്ട് 108 തവണ ഹോമിക്കുന്നതാണ് ബാണേശ്വരി ഹോമം. സ്വയംവര അർച്ചന മുക്കുറ്റി കൊണ്ടോ മുല്ലമുട്ട് കൊണ്ടോ നമുക്ക് ചെയ്യുന്നതാണ്, മുല്ലപ്പൂ കൊണ്ടോ. അത് തിരുമീനെ കണ്ട് പ്രത്യേകം പറയണം, വിവാഹ തടസ്സം മാറാൻ വേണ്ടിയാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ദോഷം നമുക്ക് മിഥുനമാസത്തിൽ മാറിക്കിട്ടുന്നതാണ്. ഒപ്പം തന്നെ കാര്യങ്ങളൊന്നും കൂടെ സ്പീഡപ്പായി വരുന്നതാണ്. ഒപ്പം തന്നെ കർക്കിടക മാസത്തിൽ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് സാമ്പത്തികം നല്ല പോലെ വരും. നഷ്ടങ്ങളുള്ളാതെ നമുക്ക് സാമ്പത്തികം കയ്യിലൊതുങ്ങും. നമ്മൾ ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നമുക്ക് സാമ്പത്തികം 4 ദിക്കിന്ന് വരും. ഇപ്പം ജോലിക്ക് പോകാതെ സാമ്പത്തികം വരും എന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ മണ്ടന്മാരാണ്. നമ്മൾ ജോലി ചെയ്യുന്നതനുസരിച്ച് നമുക്ക് നഷ്ടങ്ങൾ വരാതെ നമുക്ക് സാമ്പത്തിക ലാഭമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു മാസവും കൂടാണ്. അപ്പോൾ ഒപ്പം തന്നെ ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന ഒരു മാസം, പിതൃക്കളുടെ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറയുന്ന ഒരു മാസമാണ് കർക്കിടക മാസം. അപ്പം പിതൃക്കളുടെ കർമ്മങ്ങളൊക്കെ യഥാപോലെ അത്തം നക്ഷത്രത്തിൽ ചെയ്തിരിക്കണം, ചെയ്യാതിരിക്കരുത്. ഒപ്പം തന്നെ ഈ ഒരു ദോഷങ്ങളോ കാര്യങ്ങളൊക്കെ നമ്മൾ മാറാൻ വേണ്ടി, അതായത് 4 അമ്പല ദർശനം നടത്തി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല നടത്തുന്ന വളരെയധികം ഉത്തമമായിരിക്കും. 4 അമ്പല ദർശനം നടത്താൻ പറ്റാത്ത ഭക്തജനങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി വൈകുന്നേരത്തെ അത്താഴ പൂജ തൊഴുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ഒപ്പം തന്നെ ഹനുമാനുള്ള ക്ഷേത്രത്തിൽ വെറ്റിലമാല കൊടുക്കുന്നത് വളരെയധികം ഉത്തമമാണ്, ദോഷങ്ങൾ കുറയും. ഒപ്പം തന്നെ ചിങ്ങമാസത്തിൽ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഒത്തിരി അധികം ക്ഷേത്രങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റും. കൂട്ടുകാരൊത്തും അല്ലെങ്കിൽ ബന്ധുക്കാരെത്തും ഫാമിലിയായിട്ടൊക്കെ ട്രിപ്പുകളോ ഇല്ലെങ്കിൽ പുണ്യസങ്കേതങ്ങൾ, അവർ ഉദ്ദേശിക്കാത്ത സ്ഥലത്തൊക്കെ യാത്ര പോകാനുള്ള ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകും. ഒപ്പം തന്നെ സാമ്പത്തിക ലാഭങ്ങളും വന്നു ചേരും. ഐശ്വര്യം, പുതിയ കൂട്ടുകാരുകളൊക്കെ കണ്ടെത്തുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഉള്ള സുഹൃത്തുക്കൾ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഇണങ്ങി വരാനൊക്കെ നല്ലൊരു മാസം കൂടെയാണ് ചിങ്ങമാസം. അപ്പോൾ ഈ ഒരു ദോഷങ്ങളോ കാര്യങ്ങളൊക്കെ നമുക്ക് മാറിപ്പോകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു വഴിപാടാണ് മഹാദേവ ക്ഷേത്രത്തിൽ അഹോര മന്ത്രം കൊണ്ട് അർച്ചന. അഹോരം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന നെഗറ്റീവിനെയൊക്കെ മാറ്റി പോസിറ്റീവ് എനർജി കിട്ടുന്നതാണ് അഹോര മന്ത്ര അർച്ചന. അപ്പോൾ ഒപ്പം തന്നെ ശത്രുദോഷങ്ങളും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ചെയ്യുന്നതായിരിക്കും ചിങ്ങമാസം ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ. ഒപ്പം തന്നെ കന്നിമാസം നോക്കാം.
കന്നിമാസത്തില് അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നതാണ്. അതായത് പ്രായമായ വാർദ്ധക്യ സഹജമായ ഉള്ളവർക്കൊക്കെ അസുഖങ്ങളൊക്കെ മാറി നിലവിൽ അസുഖങ്ങളുള്ളവർക്കൊക്കെ ഒരു ശമനം കിട്ടുന്ന ഒരു മാസം കൂടെയാണ് കന്നിമാസം. ഇതിന് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമുള്ള ഒരു മാസം കൂടെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ കന്നിമാസത്തിലെ ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ മഹാദേവ ക്ഷേത്രത്തിൽ രുദ്രാഭിഷേകം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അത് ക്ഷേത്രത്തിലെ ചാർജ് പോലെ ചെയ്യുക. കുറഞ്ഞ ചാർജ് ആണെങ്കിൽ ഒരു 3 എണ്ണം ചെയ്യുക, വലിയ ചാർജ് ആണെങ്കിൽ ഒറ്റ ഒരെണ്ണം ചെയ്താൽ മതി. പിന്നെ മഹാദേവ ക്ഷേത്രത്തിലും ഏറ്റുമാനൂർ ദർശനം നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ഏറ്റുമാനൂർ പോകാൻ പറ്റുമെങ്കിൽ ഒരു ശിവക്ഷേത്രത്തിൽ ആഴ്ച ഒരു തവണയെങ്കിലും കണ്ട് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞ് പോകുന്നതും വളരെയധികം ഉത്തമമാണ്. അപ്പോൾ കന്നിമാസത്തിലെ കാര്യങ്ങൾക്ക് പരിഹാരം ഇപ്പം തന്നെ തുലാമാസത്തിൽ നമ്മൾ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുന്നത് സാമ്പത്തിക നഷ്ടങ്ങൾ കൂടുതലായിട്ട് വന്നു കയറുന്ന ഒരു മാസമാണ് തുലാമാസത്തിൽ ഒത്തിരി സാമ്പത്തിക നഷ്ടങ്ങൾ വരും. അതായത് നമ്മൾ കടം മേടിക്കും, നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ കംപ്ലൈൻ്റ് ആകും, നമുക്ക് നമ്മുടെ എന്ത് ഉപകരണം ഉണ്ടായാലും അതുകൊണ്ട് നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. അപ്പോൾ തുലാമാസത്തിൽ ഈ അത്തം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം അതായത് കന്നിമാസത്തിൽ തന്നെ ഇതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇതിന് കറക്റ്റായിട്ടുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ 9 വലത്ത് വെച്ച് നവഗ്രഹ പൂജ ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. അപ്പം സാമ്പത്തിക നഷ്ടങ്ങൾ ബാധിക്കില്ല. ഒപ്പം തന്നെ ദേവീ ക്ഷേത്രത്തിൽ അശ്വാരൂഢ മന്ത്ര അർച്ചന ചെയ്യുന്നതും സാമ്പത്തിക നഷ്ടങ്ങൾ മാറി ദോഷങ്ങൾ വരാതിരിക്കാനും കൂടെ നമ്മൾ ചെയ്യുന്ന ഒരു 2 കൂട്ടമാണ് ചെയ്യുന്നത്. നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ 9 വലത്ത് വെച്ചതിന് ശേഷം നവഗ്രഹ പൂജ. ഇത് ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തുലാമാസം തുടങ്ങുന്ന ഇപ്പുറം തന്നെ കന്നിമാസത്തിൽ തന്നെ ഭക്തജനങ്ങൾ ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ ഒരു ദോഷം നേരത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി പറയുന്നതാണ് നമ്മൾ നവഗ്രഹ പൂജ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് ഈ പറയുന്ന ദോഷങ്ങൾ നമ്മളെ ബാധിക്കില്ല. പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന ഉപാസനമൂർത്തിയുടെ അനുഗ്രഹം ഈശ്വര അനുഗ്രഹം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ അത് നേരത്തെ തന്നെ ചെയ്യുക. ഒപ്പം തന്നെ വൃശ്ചിക മാസത്തിൽ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചാണ് അവരുടെ വീട് പണിക്ക് ഉള്ള തടസ്സങ്ങളൊക്കെ മാറി 4 ആൾക്കാർ സഹായിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ ലോണുകളൊക്കെ പാസ്സാകും. ഒപ്പം തന്നെ വീട് പണിയുടെ തടസ്സം മാറാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വീട് ആരുടെ പേർക്കാണോ അവരുടെ പേർക്ക് അഷ്ടദ്രവ്യ ഗണപതി ഹോമം വീട്ടുപേരും വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനുള്ള വിഘ്നങ്ങളൊക്കെ മാറും. ഒപ്പം തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ദേശദേവത ഒന്ന് പ്രീതിപ്പെടുത്തുക. അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രങ്ങളൊക്കെ ഒന്ന് പോയി പ്രാർത്ഥന, സർപ്പദോഷങ്ങളൊക്കെ വീടിന് ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. ഭൂമി സംബന്ധമായ ദോഷങ്ങൾ, വാസ്തു സംബന്ധമായ ദോഷങ്ങൾ, ഇതൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വീട് പണിയായിട്ട് മുന്നോട്ട് പോകാവുള്ളൂ. നല്ലൊരു വാസ്തു പറയുന്ന രീതി കൊണ്ട് വാസ്തുവിൻ്റെ കാര്യങ്ങൾ ദോഷങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് വീട് പണി പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ കൈ കാശുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് വീട് പണി നടക്കത്തില്ല. അപ്പോൾ ദോഷങ്ങളൊക്കെ വൃശ്ചിക മാസത്തിന് ഇപ്പുറം തീർത്ത് വെക്കുക. അപ്പോൾ വൃശ്ചിക മാസത്തിൽ മുടങ്ങിക്കിടക്കുന്ന വീട് പണിക്കാരുണ്ടെങ്കിൽ അവർക്കത് തീർച്ചയായിട്ടും അതിനുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാകും. ഒപ്പം തന്നെ വീട് പണി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ഭക്തങ്ങൾക്ക് ഇതൊരു ഉപകാരപ്പെടും. ഒപ്പം തന്നെ ധനുമാസത്തിൽ ചെറിയ രീതിയിലുള്ള രോഗങ്ങളും പ്രശ്നങ്ങളും നമുക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഗുളിക സ്ഥിരം കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ അസുഖങ്ങൾ മാറാതെ വരിക, നമുക്ക് മനസ്സിന് സന്തോഷമില്ലായ്മ, നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യം തോന്നുക. അപ്പോൾ ഈ ഒരു അടിക്കടിക്ക് വന്നുകൊണ്ട് നമുക്ക് ആകെ പ്രയാസം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ദോഷങ്ങൾ നമ്മൾ മാറാൻ വേണ്ടി ചെയ്യേണ്ട ഒരു വഴിപാട് വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് ധന്വന്തിനി മന്ത്രാർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. ഒപ്പം തന്നെ സുദർശന മന്ത്രാർച്ചന, മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ധനുമാസത്തിലെ രോഗമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കിട്ടുന്നതായിരിക്കും. ഒപ്പം തന്നെ മകരമാസത്തിലെ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുടുംബകലഹങ്ങൾ ഉണ്ടാകാൻ വളരെയധികം വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പം അത് ഈ ഒരു ദോഷം അറിഞ്ഞ സ്ഥിതിക്ക് അത്തം നക്ഷത്രക്കാർ സംസാരിക്കുന്ന കാര്യങ്ങൾ കരുതലോടെ വേണം. ഇല്ലെങ്കിൽ അവരെന്തെങ്കിലും നമ്മൾ ചിലപ്പോൾ നല്ല കാര്യമായിരിക്കും പറയുന്നത്, അവർ ചിലപ്പോൾ വഴക്കിന് വരും. ഇപ്പോൾ കൂട്ടുകാർ, ബന്ധുജനങ്ങൾ, നമ്മൾ OPC സ്റ്റാഫ് ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ എത്ര സ്നേഹിക്കുന്നവർ വരെ വഴക്കിന് വരാം. അപ്പോൾ അതൊക്കെ ഒന്ന് കരുതി വേണം നമ്മൾ കാര്യങ്ങൾ പറയാം. ഈ ഒരു ദോഷങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു വഴിപാടെന്ന് വെച്ചാൽ ദേവീ ക്ഷേത്രത്തിൽ ശൂലിനി മന്ത്രാർച്ചന ചെയ്യുന്നുണ്ട്. നെഗറ്റീവിനെ മാറി നമ്മുടെ മനസ്സ് ശാന്തമായി നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും സന്തോഷമായിട്ടുള്ള അവരോട് വർത്തമാനം പറയാൻ, അവർക്ക് നമ്മളോട് ദേഷ്യം തോന്നാതിരിക്കും ശൂലിനി ചെയ്യുന്നത്. അപ്പം നമ്മളിലുള്ള നെഗറ്റീവിനെ മാറ്റി പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയാണ് നമ്മൾ ശൂലിനി ചെയ്യുന്നത്. അപ്പം മകരമാസത്തിലെ ദോഷഫലങ്ങൾ അത്തം നക്ഷത്രത്തിൽ മാറിപ്പോകുന്നത്. അപ്പം തന്നെ കുംഭമാസത്തിൽ അവർക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. ശത്രുദോഷങ്ങൾ മാറും, അവർ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും. അതായത് എല്ലാ രീതിയിലുള്ള അത്തം നക്ഷത്രക്കാർക്ക് നല്ല രീതിയിലുള്ള ഭാഗ്യങ്ങൾ കിട്ടുന്ന ഒരു മാസമാണ് കുംഭമാസം. അപ്പോൾ ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഭഗവതി സേവ ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അത് അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യുക. ഭഗവതി സേവ ചെയ്യുമ്പം ഇത് ചെയ്താൽ പോരാ, നമ്മളത് പങ്കെടുത്ത് ആ പ്രസാദം നമ്മുടെ വീട്ടിൽ കൊണ്ടുവെക്കുകയും ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ഒപ്പം തന്നെ മീനമാസത്തിൽ
അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് നല്ലപോലെ ഭോജനം, അതായത് നല്ല രീതിയിലുള്ള ആഹാര കാര്യങ്ങൾ കഴിക്കാൻ ഇടവരും. ഒപ്പം തന്നെ നാലാദിക്കുന്നവരെ തേടി പൈസകളും സുഹൃത്തുക്കൾ വരും. ഒരു ഉദാഹരണത്തിന് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമുക്ക് നല്ല ആ ഒരു തൊഴിലിൽ സാമ്പത്തിക ലാഭങ്ങൾ, നിലവിൽ ബസ് വാഹനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു വാഹനങ്ങൾ പുതിയത് മേടിക്കാനുള്ള ഭാഗ്യങ്ങൾ, നിലവിൽ വാഹനം ഇല്ലാത്തവർക്ക് വാഹനം മേടിക്കാൻ തോന്നുക, സാമ്പത്തികം നാലാദിക്കുന്ന വരുന്നതുകൊണ്ട് പല പല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉത്സാഹം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ദോഷത്തിൻ്റെ തടസ്സങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടി നമ്മുടെ അച്ഛൻ വഴി അമ്മ വഴിയുള്ള കുടുംബക്ഷേത്രത്തിൽ പോയി അവിടെ നെയ്വിളക്കിട്ട് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അപ്പോൾ നിലവിൽ അത്തം നക്ഷത്രക്കാർക്ക് ജാതകത്തിലെ നല്ല നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സർപ്പക്ഷേത്രത്തിൽ മൈൻഡ് ചെയ്യാതിരിക്കുക, അവിടെ പോകാതിരിക്കുക, രക്ഷസിന് പാൽപ്പായസം കൊടുക്കാതിരിക്കുക. അച്ഛൻ വഴിയും അമ്മ വഴിയും ക്ഷേത്രങ്ങളിൽ നമ്മൾ ഒരു മാസമെങ്കിലും പോയിരിക്കണം. ഒപ്പം തന്നെ ദേശദേവതയെ പ്രീതിപ്പെടുത്തുക. നമ്മൾ പ്രത്യേകതരം ഉപാസനാമൂർത്തി ഉപാസിക്കുന്നുണ്ടെങ്കിൽ ആ ഉപാസനാമൂർത്തിയുടെ പ്രീതി നമുക്ക് തീർച്ചയായിട്ടും വേണം, അല്ലേ? ചില അത്തം നക്ഷത്രക്കാർ പറയുന്നുണ്ട്, തിരുമേനി എൻ്റെ നക്ഷത്രം അത്തമാണ്, എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. പക്ഷെ അതിൻ്റെ കാരണം അവർ വീടിൻ്റെ അടുത്തുള്ള സർപ്പക്ഷേത്രത്തിൽ എണ്ണ കൊണ്ട കൊടുക്കത്തില്ല, അവിടെ പോകത്തില്ല, അച്ഛൻ വഴി അമ്മ വഴി ക്ഷേത്രങ്ങളിലൊന്നും പോകാറ് പോലില്ല. അതായത് നമ്മൾ കുടുംബദേവതയെ പ്രീതിപ്പെടുത്തണം, ദേശദേവതയൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ ചെയ്യുന്ന ഒരു വ്യക്തികൾക്ക് എപ്പോഴും തന്നെ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം കിട്ടും. ഒപ്പം തന്നെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. വെറുതെ ഇരിക്കുന്ന സമയത്ത് പഞ്ചാക്ഷരി ജീവിക്കുക, നെഗറ്റീവിനെ മാറ്റി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാത്രം ചിന്തിക്കുക. ജോലി ചെയ്യാതെ പൈസ വരത്തില്ല. അപ്പോൾ ആ ഒരു തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ഈശ്വരാനുഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോവുക. അപ്പോൾ അത്തം നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടും 2024 വിഷുഫലം മേടമാസം തൊട്ട് മീനമാസം വരെ വളരെ നല്ലതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്. നമസ്കാരം.